അത് ഏതാണ് സ്ഥലം? റസൂലുള്ള മദീനയിലേക്ക് പണ്ട് ഹിജ്റ വന്നപ്പോൾ 1432 വർഷം മുമ്പാണ് ഹിജ്റ വന്നത്. ആ ഹിജ്റ വന്ന വേളയിൽ ഒരു റബീഉൽ മാസത്തിലാണത്. ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ടിലാണ് റസൂൽ ഇറങ്ങിയത്. ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ട് ഹറ ഗർബിയിലാണ്. ആ ഹറ ഗർബിയിലുള്ളതായ അദ്ദേഹത്തിന്റെ ആ നാട്ടുകാരുടെ ആ നാട്ടിന്റെ ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ടിന്റെ പേര് ഖുബാഇ എന്നാണ്. ഖുബാഇ എന്ന നാട്ടിലാണ് റസൂൽ ഇറങ്ങിയത് ആദ്യം. ആ ഇറങ്ങിയ വേളയിൽ ആ ബനു അംർ ഇബ്നു ഔഫ് ഗോത്രത്തിൽ കുൽസും ഇബ്നു ഹിദ്മിന്റെ വീട്ടിലാണ് റസൂൽ വിശ്രമിച്ചത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയപ്പോൾ അടങ്ങാത്ത ആവേശത്തോടു കൂടിയുള്ള സ്വീകരണങ്ങളൊക്കെ അവിടെ കിട്ടിയിരുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളാകുന്ന മദീനക്കാർ, റസൂലിനെയും മുഹാജിറുകളെയും സ്വീകരിച്ച മദീനക്കാർ, ആ മദീനക്കാരുടെ നേതൃത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുബാ എന്ന നാട് ഖസ്റജുകളുടെ നേതൃത്വം, സഅദ് ഇബ്നു മുആദ്, അതുപോലെ തന്നെ ഉസൈദ് ഇബ്നു ഹുദൈർ, ആ നേതൃത്വങ്ങളൊക്കെ ജീവിക്കുന്ന നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലും അവിടെയും ഓരോ വ്യക്തികളും ചെയ്യുന്ന അമലുകൾക്ക് ലാ യുദീഉ അജ്റ മൻ അഹ്സന അമലാ, ആര് ചെയ്യുന്ന അമലിനും കൂലി കൊടുക്കാതെ വിടൂല. ഓരോ വ്യക്തികളെയും നിർത്തേണ്ട സ്റ്റാൻഡേർഡിൽ നിർത്തും. അതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല? ആ അൻസാറുകളെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ലോകം സ്മരിക്കുന്ന രൂപത്തിൽ അവരെ പുകഴ്ത്തി ആയത്ത് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. വായിച്ചില്ലേ ആയത്ത്? അല്ലെങ്കിൽ നാളെ വായിക്കാം. എപ്പോൾ എവിടെ എത്തുമ്പോൾ? ഖുബാ പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മെഹ്റാബിന്റെ മീതെയും ഖുബാ പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ബോർഡിന്റെ മീതെയും എഴുതി വെച്ചിട്ടുണ്ട്. തഖ്വയെ ആധാരമാക്കിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ട പള്ളി അതാണ് ഈ പള്ളി. നിർത്തിയില്ല. അവിടെ നമസ്കരിച്ചു കൂട്ടുന്ന അൻസാറുകൾ അല്ലാഹ് അങ്ങേയറ്റം സ്നേഹിക്കുന്നതായ മുതതഹിരീങ്ങളാണ്. ആത്മശുദ്ധീകരണം അല്ലെങ്കിൽ ശാരീരിക ശുദ്ധീകരണം, എല്ലാ ശുദ്ധീകരണത്തിലും മുൻപന്തിയിലെത്തിയവരാണ്. എന്നാൽ അവരെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന രൂപത്തിലുള്ള ആയത്തും അവർക്ക് പള്ളിയും പോരാത്തതിന് അവരുടെ പള്ളിയിലേക്ക് റസൂൽ എല്ലാ ശനിയാഴ്ചയും ചൂടാറുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ഓതിയ ഖുതുബ ശനിയാഴ്ച അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഖുതുബ എന്ന് പറഞ്ഞാൽ പുതിയ വഹി ഒരാഴ്ചക്കകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ പോകും പോലെ റസൂൽ ഇവിടുന്ന് ചിലപ്പോൾ നടന്നു പോകും, റസൂൽ ഇവിടുന്ന് ചിലപ്പോൾ വാഹനം കയറി പോകും. ആ നാട്ടുകാർക്കുള്ള അവകാശം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി തന്നെ കൃഷിക്കാരായ അവർക്ക് നിർത്തിയില്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിങ്ങൾ ഖുബാ പള്ളിയിലേക്ക് ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്ത് കിട്ടുന്നു? അദ്ദേഹത്തിന് ഉംറയുടെ കൂലിയും കിട്ടുന്നു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി